ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 ക്ലൗഡ് 9. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള എല്ലാ യൂണിറ്റും അതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് 3 ക്ലൗഡ് 9. അപ്പോൾ എന്താണ്? അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ച് ഗ്രേറ്റ് ആയിട്ടുള്ള, നമ്മുടെ ലോകത്തിലെ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറച്ച് കവർ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, അത് ജസ്റ്റ് നമ്മൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നോക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു are in harmony. നെക്സ്റ്റ് ആരാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ ആണ്. നോ മെഡിസിൻ ക്യൂർസ് വാട്ട് ഹാപ്പിനെസ് cannot. ഇനി നെക്സ്റ്റ് ആരാ? റാഫ് വാൽഡോ എമേഴ്സൺ. ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലോസ് 60 seconds of happiness. ഇനി ആലീസ് വാക്കറിൻ്റെ ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ അതർ പീപ്പിൾ ടു ബി ഹാപ്പി ഫോർ യു. എനി ഹാപ്പിനെസ് യു ഗെറ്റ് യു ഹാവ് ഗോട്ട് ടു മേക്ക് യുവർ സെൽഫ്. അപ്പോൾ എന്താണ്? ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ട് ഓരോ ആൾക്കാരെ, ഓരോ മഹത് വ്യക്തികളുടെ ഓരോ കോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെസണിലോട്ട് കടക്കാം. യൂണിറ്റ് 3 ക്ലൗഡ് 9 ലെസൺ നമ്പർ 1 എന്താണെന്ന് നോക്കി നോക്കാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്. അപ്പോൾ എന്താ? ഹോട്ട് സ്പ്രിങ്ങിലേക്ക് ഒരു ട്രിപ്പ്. ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു വെള്ളമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ചൂടായിട്ട് ചെറിയൊരു ചൂടുള്ളൊരു ഹോട്ട് ബാത്ത് പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ് us read about a girl who went on a school trip which gave her a lot of fun and thrill. അപ്പോൾ എന്താണ്? ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. ആ ട്രിപ്പ് പോയതിൻ്റെ ഫണ്ണും ത്രില്ലും ഒക്കെ പറയുന്ന ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് എക്സെപ്റ്റ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് എവിടുന്നാന്നാണ് പറയുന്നത്. ഓക്കെ, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ് ആരാണ് എഴുതിയിട്ടുള്ളത്? ടെറ്റ്സുക്കോ കുറോയോനഗി. അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ഈ ഓദറിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ലെസണിലോട്ട് കടക്കാം. സമ്മർ വെക്കേഷൻ came to an end and the day of the trip to the hot spring resort finally arrived. അപ്പോൾ എന്താ? സമ്മർ വെക്കേഷന് ഒരു എൻഡ് വന്നു. സമ്മർ വെക്കേഷനൊക്കെ കഴിയാനായി. ദെൻ അറ്റ് ലാസ്റ്റ് എന്തുണ്ടായി? നമ്മുടെ ഹോട്ട് സ്പ്രിങ് റിസോർട്ടിലേക്ക് പോകുന്ന ദിവസം വന്നു. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് അറ്റ് ടോമി. അപ്പോൾ എന്താണ്? ടോമിയിലത്തെ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻ്റ് എന്ന് പറയുന്നത് ഈ ഹോട്ട് സ്പ്രിങ്ങിലേക്കുള്ള ട്രിപ്പാണ്. The trip was to a seaside school at a palace called Toi on the Izu Peninsula in Shizuoka. അപ്പോൾ എന്താണ്? ഇവർ ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാണെന്നാണ് പറയുന്നത്. സീസൈഡ് സ്കൂൾ അറ്റ് ദ പ്ലേസ് കോൾഡ് ടോയ്. ടോയിലുള്ള ഒരു സീസൈഡ് സ്കൂളിലേക്കാണ്. അപ്പോൾ അത് എവിടെയാണ്? ഷിസോക്കയിലെ ഇസു പെനിൻസുലയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളുടെ പേരാണ് പറയുന്നത്. There was a hot spring right in the sea where the children could both swim and take a hot bath. അപ്പോൾ എന്താണ്? അവിടെ ഈ ഹോട്ട് സ്പ്രിങ് ഉണ്ട്. അവിടെ ഒരു സീയിൽ ഈ ഹോട്ട് സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? അവിടെ കുട്ടികൾക്ക് നീന്തും, അതുപോലെ ഒരു ഹോട്ട് ബാത്ത് എടുക്കുകയൊക്കെ ചെയ്യാം. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. അപ്പോൾ ട്രിപ്പ് എത്ര ദിവസമാണ്? 3 ദിവസവും 3 ഡേയ്സും ദെൻ 2 നൈറ്റ്സുമാണ്. 3 രാവിലെയും 2 രാത്രിയുമാണ് ട്രിപ്പ് ഉള്ളത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദർ where all 50 of the Tommy students from the 1st to 6th grades could stay.
അപ്പോൾ എന്താണ് ട്രിപ്പ് പോകുന്നതിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിന് അവിടെ എന്തുണ്ട്, ഒരു വെക്കേഷൻ ഹോം ഉണ്ട്. അപ്പോൾ എന്താ അവിടെ 50 പേർക്ക് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 6th ഗ്രേഡ് വരെ ഉള്ളതിൽ 50 കുട്ടികൾ എന്താ അവിടെ നിൽക്കാനായിട്ട് പറ്റും. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. അപ്പോൾ എന്താണ് ടോട്ടോ ചാൻ ഇപ്പോഴും അറിയില്ല അമ്മ ഇനി സമ്മതിക്കുകയോ ഇല്ലേ, ഇതിന് പോകാൻ സമ്മതിക്കോ ഇല്ലയെന്ന് ടോട്ടോ ചാന് അറിയില്ല. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പോൾ അമ്മനോട് ഈ ടോട്ടോ ചാന് കുറച്ച് ഹെസിറ്റൻ്റ്ലി, ഒരു മടിച്ച് ചോദിക്കുകയാണ്, അമ്മ ഞാനും ട്രിപ്പിന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ബട്ട് ഹർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. പക്ഷേ അമ്മ ഓൾറെഡി ഈ ഹെഡ് മാസ്റ്ററുടെ ലെറ്ററൊക്കെ മേടിച്ചിട്ട് മകളെ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി എന്താ ഉണ്ടായിന്ന് നമുക്ക് നോക്കി നോക്കാം. Now then, said the headmaster when they had all assembled to start the trip, we are traveling by train and by ship. I don't want any of you to get lost. Do you understand? All right, off we go. That was the only instruction he gave, yet the children were amazingly well behaved in the train. അപ്പോൾ എന്താണ് ഈ കുട്ടികളോട് ഈ ഹെഡ് മാസ്റ്റർ ട്രിപ്പിന് പോകാൻ വേണ്ടി അസംബിൾ ചെയ്തപ്പോൾ പറയുകയാണ്, നമ്മൾ ട്രെയിനിലും അതുപോലെ ഷിപ്പിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, എനിക്കെന്താ ആരെയും നഷ്ടപ്പെടരുത്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോവാൻ എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് കൊടുത്തത്. ഓക്കെ, ചിൽഡ്രൻ വർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. അപ്പോൾ എന്താ കുട്ടികളൊക്കെ നല്ല വെൽ ബിഹേവ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിലൊക്കെ ബിഹേവ് ചെയ്തത്. നല്ലപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നല്ലപോലെ ആണ് ട്രെയിനിലൊക്കെ ഇരുന്നത്. നോ ബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ് ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വൈറ്റ്ലി അമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പോൾ എന്താ ആരും ഇങ്ങനെ ഓടൊന്നും ചെയ്യാണ്ട് എല്ലാവരും നല്ലപോലെയാണ് നടക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ആകെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളോട് മെല്ലെ സംസാരിക്കുമായിരുന്നു, അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ആ ഒരു പിക്ചറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ദ ടോമി പീപ്പിൾസ് ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്. അപ്പോൾ എന്താണ് ഈ കുട്ടികളോട് ശരിക്കും എന്ത് പറഞ്ഞു കൊടുത്തില്ല, പബ്ലിക്കിൽ, അതായത് പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണം എന്നത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. ബട്ട് സം ഹൗ ദ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം the basic of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. അപ്പോൾ എന്താണ് ശരിക്കും പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ എന്താണ് ഇവരുടെ സ്കൂൾ ലൈഫ് ഇവർക്കൊരു ബേസിക് ഡീസൻസിയും അതുപോലെ തന്നെ ഒരു നല്ല ബിഹേവിയറും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരതുകൊണ്ട് അതൊക്കെ പാലിച്ചിട്ടാണ് പബ്ലിക്കിനോട് ബിഹേവ് ചെയ്തത്. ഓക്കെ, ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. ഇൻ ഹർ ഓൾ സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടോ ചാൻ്റെ കാര്യമാണ്. ടോട്ടോ ചാൻ മുന്നേ പഠിച്ചിട്ടുള്ള സ്കൂളിൽ കുറേ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കുറേ കാര്യങ്ങൾ ടോട്ടോ ചാൻ ചെയ്തിട്ടുണ്ട്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് പുറത്തുള്ള മ്യൂസീഷ്യൻസിനോട് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ടോമി ഫ്രം ദ ഫസ്റ്റ് ഡേ ഷീ വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ഡിഡ് ഹെർ ലെസൺസ് പ്രോപ്പർലി. പക്ഷേ ഈ ടോമിൽക്ക് വന്നപ്പോൾ എങ്ങനെയാണ്, അവൾ നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്യും, അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ ലെസൺസൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾ സ്കൂൾ സോ ഹെർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ദെയർ ഐസ്. അപ്പോൾ
ടോട്ടോച്ചാൻ്റെ പഴയ സ്കൂളിലത്തെ ടീച്ചേഴ്സ് ആരെങ്കിലും ടോട്ടോച്ചാനെ കണ്ടാൽ അവർക്ക് ഇത് ടോട്ടോച്ചാൻ്റെ മാറ്റം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഷുവർലി ഇറ്റ് ഈസ് നോട്ട് ടോട്ടോച്ചാൻ. ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. അപ്പോൾ അവരൊക്കെ എന്ത് പറയായിരുന്നു? ഇതെന്തായാലും ടോട്ടോച്ചാൻ ആയിരിക്കില്ല, ഇത് വേറെ ആരോ ആണ്. അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടോട്ടോച്ചാൻ്റെ മാറ്റം എന്ന് പറയുന്നത് അവരുടെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും മാറ്റമായിരുന്നു. അവരെന്താ പറയുക? അവർ പറയും ഇത് ടോട്ടോച്ചാനൊന്നല്ല, മറ്റാരെങ്കിലും ആയിരിക്കും എന്നായിരുന്നു പണ്ടത്തെ സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ. At Numazu, they embarked on a ship that was just like what they had all dreamed about. It wasn't a big ship. അപ്പോൾ എന്താണ് അവർ നുമാസൂലെത്തി. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിലും ഷിപ്പിലും ഒക്കെ യാത്ര ചെയ്യണമെന്ന്. then അവർ ഷിപ്പിലേക്ക് എത്തി. അപ്പോൾ എന്താ, ഇവർ സ്വപ്നം കണ്ട പോലത്തെ ഒരു ഷിപ്പ് തന്നെയാണ് അത്. പക്ഷെ അതത്ര വലിയ ഷിപ്പൊന്നുമല്ല. ബട്ട് they were also excited that they inspected every corner of the deck, pulling at and poking their hands into everything. അപ്പോൾ എന്താണ്, പക്ഷെ അതത്ര വലിയ ഒരു ഷിപ്പ് അല്ലാന്നുണ്ടെങ്കിലും ഇവർ അതിൻ്റെ മുക്കും മൂലയും പോയിട്ട് കാണും തൊടും ഒക്കെ ചെയ്തു. ഓക്കെ. അപ്പോൾ അതാണ് പറയുന്നത്. ഇൻസ്പെക്റ്റഡ് ദ എവ്രിതിങ് ബട്ട് സൂൺ ദ സീ ബിക്കം റഫ്. അപ്പോൾ പെട്ടെന്ന് എന്താ, ഈ സീ നല്ല റഫായി എന്നാണ് പറയുന്നത്. ടോട്ടോച്ചാൻ ബിഗെയിൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. അപ്പോൾ എന്താണ്, ടോട്ടോച്ചാനും ബാക്കിയുള്ള കുട്ടികളുടെ പോലെ കുറച്ച് വയ്യാണ്ടായി. അതെന്താ, നമ്മൾ ഷിപ്പിലൊക്കെ കയറിയാൽ ചില കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ക്ലൈമറ്റിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഇതിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് നമുക്ക് ചെറിയൊരു വയ്യായ വരും. അപ്പോൾ അതുപോലെ ടോട്ടോച്ചാനും വന്നു. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് amidship and ran from one side to the other saying oops. അപ്പോൾ എന്താണ്, ഒരു കുട്ടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വീണു എന്നൊക്കെയാണ് പറയുന്നത്. oops, it was so funny that the children couldn't help laughing even though they felt so seasick. അപ്പോൾ ഈ കടലിൽ കയറിയിട്ടുള്ള വയ്യായ ഈ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കുട്ടി അവരുടെ ഫ്രണ്ട് ഇങ്ങനെ വീണത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ചിരിക്കുകയാണ്. ഓക്കെ. when they disembarked, the oops boy began to feel sick just when everyone else had discovered and was feeling fine. അപ്പോൾ എന്താണ്, ഇത് എത്താനായപ്പോൾ നോർമൽ ക്ലൈമറ്റിലേക്ക് ആവാനായപ്പോൾ എന്താ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഈ സീസിക്കൊക്കെ മാറി. പക്ഷെ ആ ഊപ്സ് ബോയ് എന്ന് പറഞ്ഞാൽ ആ വീണ കുട്ടിയുടെ വയ്യായ മാത്രം മാറിയില്ല. ദ സ്പാ അറ്റ് ടോയ് വാസ് ഇൻ എ ക്വൈറ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡൻ ഹിൽസ്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ഈ ഹോട്ട് സ്പ്രിങ് സ്പാ എന്ന് പറയുന്നത് ടോയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ്, വുഡൻ ഹിൽസ് കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിലാണ് ഉള്ളത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് took the children down for a swim in the sea. It wasn't like the swimming pool at school, so they wore their swimsuit. അപ്പോൾ എന്താണ്, അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ടീച്ചർ ആ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എന്താണ്, കടലിലേക്ക് പോവാണ്, സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പോവാണ്. അപ്പോൾ അത് കടലിലേക്കാണ്, സീൽക്കാണ് പോകുന്നത്. അപ്പോൾ അതെന്താ, സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂള് പോലെ ഒന്നല്ല. അതുകൊണ്ട് അവരൊക്കെ എന്ത് ധരിച്ചിരുന്നു, അതുകൊണ്ട് അവരൊക്കെ സ്വിം സ്യൂട്ട് ധരിച്ചിരുന്നു. The hot spring in the sea was most unusual. അപ്പോൾ എന്താണ് ഈ ഹോട്ട് സ്പ്രിങ്, സീയിലുള്ള ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന ഒരു സാധനമല്ല അല്ലേ. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അപ്പോൾ എന്താണ്, ഈ സീയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇഫ് യു ക്രോച്ച്ഡ് ഡൗൺ വേർ യു വേർട്ട് ഓൾ ദ ഹോട്ട് സ്പ്രിങ് the hot water came up to your neck. അപ്പോൾ എന്താണ്, നോർമൽ സീയും അതുപോലെ ഈ ഹോട്ട് സ്പ്രിങ് ഉള്ളതും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവരിങ്ങനെ പറയും അവിടെ ഉണ്ട്, അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടേക്ക് പോവാം, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന ഒരു പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്.
ഐ ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീൻ ഇൻ എ ഹോട്ട് ബാത്ത്. അപ്പോൾ എന്താണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഒരു ഹോട്ട് ബാത്തിലുള്ള പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോർ വാസ് സോ deserted. It was like being on their own private beach. The children reveled in this unusual hot spring sea bathing. അപ്പോൾ എന്താ പറയുന്നത്, ഇവരിങ്ങനെ ഈ ഹോട്ട് ബാത്തിലേക്ക് പോയപ്പോൾ, ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോയപ്പോൾ ഇതെന്താ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണെന്ന് വരെ തോന്നും. അങ്ങനെ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ കുട്ടികൾ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോ ദർ ഫിംഗേഴ്സ് വെർ എ മാസ് ഓഫ് റിങ്കിൾസ്. അപ്പോൾ എന്താണ്, അവരെന്നിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവില്ലേ, അപ്പോൾ ഈവനിങ് പോകുമ്പോൾ ഒരുപാട് നേരം എന്താ അത് വരെ ഒരു വെള്ളത്തിൽ നിന്നു. അപ്പോൾ എന്താ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ റിങ്കിൾസ്, നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ഇരുന്നാൽ നമ്മുടെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ റിങ്കിൾസ് വരുന്നത് കാണാം. അങ്ങനെ റിങ്കിൾസ് വന്നു എന്നാണ് പറയുന്നത്. ഈച്ച് നൈറ്റ് വൺസ് ദ വർ ടക്കഡ് ഇൻ ടു ദെയർ ക്വിൽസ് ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിംഗ് ഗോസ്റ്റ് സ്റ്റോറീസ്. ടോട്ടോ-chan and the other first graders got so frightened and they cried. But in spite of their tears, they would ask, and what happened? And then what happened? അപ്പം എന്താ, പിന്നെ ഈ രാത്രി കുട്ടികളൊക്കെ ഇങ്ങനെ പ്രേതത്തിൻ്റെ കഥ പറയും. അപ്പോൾ ടോട്ടോ-chaനും അതുപോലെ ബാക്കിയുള്ള 1ാം ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഇത് കേട്ടിട്ട് എന്താ പേടിച്ച് കരയും. പക്ഷെ അവരിങ്ങനെ കരയുമെങ്കിലും അവർ പിന്നീട് അവരപ്പം തന്നെ ചോദിക്കും എന്ത്, പിന്നെ എന്തുണ്ടായി, പിന്നെ ഈ സ്റ്റോറിയിൽ എന്തുണ്ടായി എന്ന് ഇങ്ങനെ ആകാംക്ഷയിൽ ഇവർ ചോദിക്കും. ഓക്കെ, unlike camping in the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അപ്പോൾ എന്നും ഈ സ്കൂൾ ക്യാമ്പിങ്ങും അതുപോലെ ടെസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 3 ദിവസത്തെ ക്യാമ്പ് കിട്ടിയപ്പോൾ അത് ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. There was a forest full of sea sacks and shops where you could buy popsicles. അപ്പോൾ പോപ്സിക്കിൾസൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഷോപ്സൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് they met a man on the beach who was building a big wooden boat all by himself. പിന്നെ ഇവരെന്ത് കണ്ടു, ഇവർ ബീച്ചിൽ നിന്ന് ഒരു മാനെ കണ്ടു, ഒരു മനുഷ്യനെ, ഒരാളെ കണ്ടു. അയാൾ എന്താ ചെയ്യുന്നത്, ഒരു ബിഗ് വുഡൻ ബോട്ട് ഉണ്ടാക്കുകയാണ്. സ്വന്തമായിട്ട് അയാൾ ഒറ്റയ്ക്ക് ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുകയാണ്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അപ്പോൾ അതെന്താണ്, ഓൾറെഡി ബോട്ടിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ ഇവർ നീച്ചാൽ എന്നും രാവിലെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി എത്രമാത്രം ഈ മാനില്ലേ ഇയാൾ എത്രത്തോളം പണി കഴിഞ്ഞു എന്ന് നോക്കാൻ വേണ്ടി പോവുമായിരുന്നു. The man gave Toto-chan a very long and curly wood shaving. അപ്പോൾ വുഡ് ഷേവിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ മരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മരപ്പണിയൊക്കെ ഇപ്പോൾ നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ മരത്തിൽ ഇങ്ങനെ തൊലി ഇങ്ങനെ കേളായിട്ട് വരില്ല, അതിൻ്റെ ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ളത് ടോട്ടോ-chan കൊടുത്തെന്നാണ് പറയുന്നത്. How about a souvenir photograph? Asked the headmaster when they were to leave. അപ്പോൾ ഇവർ ഇറങ്ങാൻ നേരത്തെ ഹെഡ്മാസ്റ്റർ ചോദിക്കുകയാണ്, ഹൗ അബൌട്ട് എ souvenir photograph? അപ്പോൾ ഇവിടെ souvenir എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ചോദിക്കുകയാണ്. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പോൾ അവരെല്ലാവരും കൂടി ഇതുവരെ പിക്ചർ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഐഡിയ കേട്ടപ്പോൾ കുട്ടികൾക്ക് കുറച്ച് എക്സൈറ്റഡ് ആയി. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദെൻ someone had gone to the toilet. Then someone else had his gym shoes on the wrong feet and had to change them around. When he finally said, "Is everyone ready?" 1 or 2 of the children were lying on the ground. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ എപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നാലും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. ചിലവർ ബാത്റൂമിൽ പോവും, ചിലവരെന്താ ശരിക്ക് ഷൂസ് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്, എല്ലാവരും റെഡി ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ 1 or 2 of the children were lying on the ground. 1 or 2 കുട്ടികൾ താഴെ കിടക്കുകയാണ്. ഓക്കെ,
They had become tired of holding their poses so long. It was a big problem getting everyone ready for the photograph. അപ്പോൾ എന്താണ്, അവർക്ക് വയ്യാണ്ട് അവർ താഴേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ഉള്ള ഒരു പണിയാണ് എന്നാണ് പറയുന്നത്. But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. One looked at it and memories would float back. Toto-chan never forgot that first happy summer vacation. അപ്പോൾ എന്താണ്, ഇവർ ബാക്ക്ഗ്രൗണ്ട് സീ ആയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഇവരുടെ ഇവർക്ക് വളരെയധികം മെമ്മറി നിറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇവർ ആ ഫോട്ടോയിലേക്ക് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് വരും. ടോട്ടോ-ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ദ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ-ചാൻ്റെ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ആയിരുന്നു ഇത്. അത് ടോട്ടോ-ചാൻ ഒരിക്കലും തന്നെ മറക്കുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.